ഈ നിമിഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോലീസിന്റെ അന്വേഷണം ഉണ്ടായേക്കുമെന്നാണ്. അയ്യപ്പ ഭക്തൻ DGPക്ക് നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ആ പരാതി ADGPക്ക് കൈമാറി. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വം വിജിലൻസ് അതിനിടെ മൊഴിയെടുക്കുന്നുമുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തുമായി ഇതുപോലെ ഒരു തത്സമയ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതിയുടെ പരിഗണനയാണ്, ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ടല്ലോ, ഒരു മോഷണമല്ലേ അവിടെ നടന്നത് എന്ന ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞ മറുപടി അതുതന്നെയായിരുന്നു, മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? രതീഷ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം സംബന്ധിച്ച പോലീസ് അന്വേഷണത്തിന് വഴിയൊരുങ്ങുകയാണ്. ഒരു അയ്യപ്പ ഭക്തനാണ് സംസ്ഥാന പോലീസ് മേധാവി റോവാഡ ചന്ദ്രശേഖറിന് ഇത് സംബന്ധിച്ചൊരു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി കൂടുതൽ അന്വേഷണത്തിനായി ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് DGP ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോർവേഡ് ചെയ്തു എന്നുള്ള മറുപടി DGPയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതിക്കാരന് ലഭിക്കുകയും ചെയ്തു. ഈ പരാതിയിലെ ആവശ്യം request for investigation into suspected removal and misuse of Shabarimala Dwarapalaga idols and unaccounted gold ornaments from 1995 to 2025. അതായത് 1995 മുതൽ 2025 വരെയുള്ള ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണം. അതിനൊപ്പം ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി അതുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ ഇടപാടുകൾ അന്വേഷിക്കണമെന്നുള്ള വിശദമായ ഒരു പരാതിയാണ് ഒരു അയ്യപ്പ ഭക്തൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. ആ പരാതി ഗൗരവത്തോടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ലഭിച്ചപ്പോൾ തന്നെ ലോ ആൻഡ് ഓർഡർ ADGPക്ക് കൈമാറിയിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ADGP H. വെങ്കടേഷാണ്. അദ്ദേഹം തന്നെയാണ് ക്രൈംബ്രാഞ്ച് മേധാവിയും. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായൊരു അന്വേഷണം ദി പെറ്റീഷൻ ഈസ് ഫോർവേഡ് ടു ADGP L&O ഫോർ എൻക്വയറി ആൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്നാണ് DGPയുടെ മറുപടി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പോലീസ് അന്വേഷണത്തിന് വഴിയൊരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിവാദമാണല്ലോ. ശബരിമലയിലെ സ്വർണം കാണാനില്ല, അത് മോഷണം പോയി ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ സ്വർണത്തിൽ നഷ്ടമുണ്ടായി, നേരത്തെ സ്വർണം അവിടെ മൂടിയതാണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുകയും ചെയ്തു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവാദത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഗൗരവതരമായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന് പിന്നാലെ ഉണ്ടായ ഈ ചർച്ചകളിൽ എന്ത് പ്രതികരണമാണ് ആഭ്യന്തര വകുപ്പിൻ്റെയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? രതീഷ്, നിലവിലിപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. ദേവസ്വം വിജിലൻസ് ആണ് ഈ അന്വേഷണം തുടക്കമിട്ടത്. ആ അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണ നിഴലിലാവുകയും ചെയ്തത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തുകയാണ്. അത് ദേവസ്വം ആസ്ഥാനത്ത്, നന്തൻകോട്ട ദേവസ്വം ആസ്ഥാനത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മൊഴിയെടുക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുക്കുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം കൃത്യമായ ഹോംവർക്ക് ചെയ്തു വന്നതുകൊണ്ട് കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ, വിവരങ്ങൾ ശേഖരിക്കുന്ന ഇതിലേക്ക് പോകാൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കൂടുതൽ അതിനുശേഷം ഒരുപാട് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ മാതൃഭൂമി അടക്കം പുറത്തുവിട്ട ദേവസ്വം വിജിലൻസ് നമ്മളുടെ പക്കൽ നിന്ന് പഴയ പത്രങ്ങളുടെ രേഖകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നതാണ് നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണമല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. മാത്രമല്ല, വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഇന്ന് മാത്രമാണ് പ്രതിപക്ഷ കക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആവശ്യപ്പെട്ടത്. അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഒരു അന്വേഷണം ആരും ആവശ്യപ്പെട്ടതുമില്ല. ദേവസ്വം ബോർഡ് പോലും ഇത്രയും വലിയൊരു ഇടപാടിൽ ദുരൂഹത ഉണ്ടായിട്ടും ഒരു പോലീസ് അന്വേഷണത്തിന് ഉള്ള പരാതി ഔദ്യോഗികമായി DGPക്കോ സംസ്ഥാന സർക്കാരിനോ നൽകിയിട്ടില്ല. അപ്പോഴാണ് ഒരു അയ്യപ്പ ഭക്തൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി അയക്കുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ DGPയുടെ നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. അതിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടിയെടുക്കാൻ ADGP ലോ ആൻഡ് ഓർഡറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന് ശബരിമല, അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ, അങ്ങനെ തന്നെ പറയാൻ കഴിയും, സ്വർണ്ണക്കൊള്ളയിൽ ഒരു പരാതി പോലും അതിൻ്റെ ചുമതല വഹിക്കുന്ന ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് നൽകുന്നില്ല? ആ ചുമതലയുള്ള സർക്കാർ എന്തുകൊണ്ട് നൽകുന്നില്ല? എന്തുകൊണ്ടൊരു വിശദീകരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല? എന്തൊക്കെ പരമമായ സത്യസിദ്ധമായ ചോദ്യങ്ങളായി പൊതുജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത്. അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതി കൂടി വരികയാണ്. മുഖ്യമന്ത്രി, ദേവസ്വം മന്ത്രി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്.
പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുജുണ്ണാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്.